കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് ശേഖരം. പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ പിടിയിലായ SFI നേതാവിനെയും കൂട്ടുപ്രതിയെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. KSUവിനെ പഴിചാരി ഉരുണ്ട് കളിച്ച് SFI. ഈ KSUവിന്റെ നേതാക്കന്മാർക്കെതിരെ KSUവിന്റെ പാനലിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആദിലിന്റെ പേര് പുറത്തു വന്നിട്ടില്ല, അനന്തുവിന്റെ പേര് പുറത്തു വന്നിട്ടില്ല. ആദിലും അനന്തുവും നാടുവിട്ടു, ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്തൊരു പയ്യനാണ്. ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. SFIയുടെ വാദം തള്ളി പോലീസ്. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രോത്സവത്തിൽ CPM പ്രചാരണ ഗാനങ്ങളും പാർട്ടി ചിഹ്നവും ഉപയോഗിച്ചത് വിവാദത്തിൽ. ക്ഷേത്രങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കമെന്ന് VD സതീശൻ. വിമർശനവുമായി BJPയും. എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ കണ്ണൂരിലെ മെഡിക്കൽ ഷോപ്പ് പൂട്ടി. കടയുടമയുടെ അറസ്റ്റ് ഉടനുണ്ടാകും. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കരുവന്നൂർ കേസിൽ EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമയം നീട്ടിച്ചോദിച്ച് K രാധാകൃഷ്ണൻ. പാർലമെന്റ് സമ്മേളനം തീരുന്നതുവരെ സമയം ആവശ്യപ്പെട്ടു. 17-ാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED വീണ്ടും നോട്ടീസ് നൽകിയേക്കും. ഏത് അന്വേഷണത്തെയും നേരിടുമെന്ന് രാധാകൃഷ്ണൻ. രൂപയുടെ ചിഹ്നം മാറ്റിയതിന് പിന്നാലെ കേന്ദ്രവുമായി നേർക്കുനേർ പോരിന് തമിഴ്നാട് സർക്കാർ. കേന്ദ്ര സഹായത്തിനായി അഭിമാനം പണയം വെക്കാനില്ലെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. രൂപ ചിഹ്നം മാറ്റിയത് വിഘടനവാദത്തിനുള്ള പ്രോത്സാഹനമെന്ന് നിർമ്മല സീതാരാമൻ. റഷ്യ യുക്രൈൻ യുദ്ധം വെടിനിർത്തലിലേക്ക്. US നിർദ്ദേശങ്ങളോട് യോജിക്കുന്നുവെന്ന് വ്ളാഡിമിർ പുടിൻ. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടി. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളിൽ ഒരാളായ അഭിരാജ് SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് SFI വാദിക്കുന്നത്. എന്നാൽ ഈ വാദം പോലീസ് തള്ളിക്കളഞ്ഞു. കഞ്ചാവ് ശേഖരമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പോലീസ് കളമശ്ശേരി പോളിടെക്നിക്കിന്റെ മെൻസ് ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ഹോസ്റ്റൽ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഒരു സ്ഥലത്ത് നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9 ഗ്രാം 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ടിടുന്നത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തുപുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അഭിരാജിനെയും ആദിത്യനെയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും രംഗത്ത് വന്നു. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വാദം തള്ളിയ പോലീസ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് വിശദീകരിച്ചു. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അവര് കയ്യോടെ പിടികൂടിയ കേസാണ്. അതിനിടെ റെയ്ഡിനിടെ പോലീസിനെ കണ്ട് ഓടിയത് KSU പ്രവർത്തകർ എന്നാണ് SFIയുടെ ആരോപണം. ഇക്കാര്യം നിഷേധിച്ച് പിന്നീട് KSUവും രംഗത്ത് വന്നു. കോളേജ് ഹോസ്റ്റലിൽ ലഹരി ഉപയോഗമുണ്ടെന്ന വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. കഞ്ചാവ് റെയ്ഡും അറസ്റ്റും വൻ രാഷ്ട്രീയ വിവാദമാവുകയാണ്. SFIയെയും സർക്കാരിനെയും വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ന്യൂസ് 18 കൊച്ചി.
ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. അടിമാലിക്ക് സമീപം ഇരുമ്പ് പാലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏറെ നാളായി നിരീക്ഷണത്തിലായിരുന്നതായി എക്സൈസ് പറഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇഡിക്ക് മറുപടി നൽകി. തിങ്കളാഴ്ച ഹാജരാകാനാണ് ഇഡി നിർദ്ദേശം നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് CPM നേതാവും MP-യുമായ കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നിർദ്ദേശം നൽകിയത്. ബാങ്കിൽ തട്ടിപ്പ് നടന്ന വേളയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. അന്ന് നടത്തിയ ചില ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നാണ് ഇഡി പറയുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മറുപടി നൽകി. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് യാതൊന്നും നോട്ടീസിൽ പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നോടനെ എല്ലാ കവറും നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇഡിയിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇഡിയുടെ നീക്കം. ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയതായി ഇഡി കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേജ് ബെഷ്യോക്കോവിനെ പട്യാല കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ ലിത്വാനിയൻ പൗരൻ പിടിയിലായത്. അമേരിക്കയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. റഷ്യൻ ചാരസംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ദുരൂഹ നീക്കങ്ങളായിരുന്നു ബെസിവിക്കോവിന്റേത്. ക്രിപ്റ്റോ കറൻസി വഴി തീവ്ര സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിനെ തുടർന്ന് പല രാജ്യങ്ങളിലായി ഒളിവിൽ തുടരുകയായിരുന്നു. ഡാർക്ക് നെറ്റിൽ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇന്ത്യൻ രൂപയിൽ 1.5 ലക്ഷം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് അമേരിക്കയിൽ നടത്തിയതായാണ് വിവരം. വർക്കലയിലെ ഹോം സ്റ്റേയിൽ 1 മാസത്തോളം വിനോദസഞ്ചാരി എന്ന വ്യാജേന കുടുംബസമേതം സുഖജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് കുടുംബം തിരികെ പോയെങ്കിലും ഇയാൾ ഹോം സ്റ്റേയിൽ തുടർന്നു. പ്രതിക്ക് വേണ്ടി പട്യാല കോടതി നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ സഹായം തേടി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് കുറ്റവാളി ഒളിവിൽ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും വർക്കല പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനാണ് യോഗം ചേരുന്നത്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച അടവ് നയത്തിന്റെ അവലോകന രേഖയിലും ചർച്ചയുണ്ടാകും. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനുള്ള പ്രതിഷേധം പരസ്യമാക്കിയ A. പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നും ഇന്നറിയാം. കൊല്ലം സമ്മേളനം തിരഞ്ഞെടുത്ത സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. അടുത്ത 3 വർഷക്കാലം പാർട്ടിയുടെ രാഷ്ട്രീയ അടവ് നയം തീരുമാനിക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ചകളിലാണ് CPM. കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തികൾക്കും പാർട്ടി ഘടകങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാം.
സംസ്ഥാന സമിതിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ തീരുമാനിക്കുന്നതിനായാണ് ഇന്ന് യോഗം ചേരുന്നത്. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യമനുസരിച്ച് മതേതര ജനാധിപത്യ കക്ഷികളുമായി യോജിക്കാമെന്നതാണ് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അന്തസത്ത. ഒപ്പം CPMനെ സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നും പ്രമേയം പറയുന്നു. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞോ എന്നതിന്റെ പരിശോധനയും പാർട്ടി കോൺഗ്രസിലുണ്ടാകും. അതിന്റെ ഭാഗമായുള്ള അവലോകന രേഖയും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയിൽ തന്നെ മറികടന്ന മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിനെതിരെ പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് പത്മകുമാർ പരസ്യപ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ പാർട്ടി എടുക്കുന്ന എന്ത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പിന്നീട് നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യവും സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. VS അച്യുതാനന്ദനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. പുതിയ സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായിരുന്നു സന്ദർശനം. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VSനെ നേരിൽ കണ്ട് അഭിവാദ്യം അർപ്പിച്ചതായി MV ഗോവിന്ദൻ പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേരുന്ന യോഗത്തിൽ വ്യവസായ മന്ത്രി P രാജീവ്, ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ പങ്കെടുക്കും. ഘടകകക്ഷി വകുപ്പുകളിലെ മന്ത്രിമാരും യോഗത്തിനുണ്ടാകും. നിക്ഷേപക സംഗമത്തിന്റെ വിലയിരുത്തൽ, വാഗ്ദാനം ചെയ്ത പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയാണ് ചർച്ച ചെയ്യുക. നിക്ഷേപ സംഗമത്തിൽ ഉയർന്നുവന്ന പദ്ധതികളുടെ സാധ്യത പരിശോധിക്കാനുള്ള തീരുമാനവും മന്ത്രിമാരുടെ യോഗത്തിൽ ഉണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ദുരന്തബാധിതർ വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയെന്ന് മന്ത്രി K രാജൻ. സമ്മതപത്രത്തിൽ ആവശ്യപ്പെട്ടിരുന്ന മറ്റു വ്യവസ്ഥകൾ ഒഴിവാക്കി. ദുരന്തബാധിത പ്രദേശത്തുള്ള ഭൂമിയും വീടുകളും സ്ഥാപനങ്ങളും മറ്റും സർക്കാരിന് വിട്ടുകൊടുക്കണം എന്നായിരുന്നു വ്യവസ്ഥ. സമ്മതപത്രം ഒപ്പിട്ടുവെന്ന് കരുതി ഭാവിയിൽ എന്തെങ്കിലും അധികമായി നൽകാൻ തീരുമാനിച്ചാൽ അത് നഷ്ടമാകില്ല. എല്ലാവർക്കും തുല്യമായിട്ട് മാത്രമേ സഹായം വിതരണം ചെയ്യൂവെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വന്യജീവി പ്രശ്നത്തിൽ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. വനം നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. നമുക്കെല്ലാം വിയോജിക്കും. എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ്. തിരുവനന്തപുരം നഗരത്തിൽ കാട്ടുപന്നി ഇറങ്ങി. കണ്ണമ്മൂല കോയിക്കൽ ലൈനിലാണ് കഴിഞ്ഞ 2 ദിവസവും രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. BV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം പതിവാണ്. പലയിടത്തും കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന വാർത്തകളുണ്ട്. കാട്ടുപന്നിയുടെ ശല്യമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് നഗരമധ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന അത്ര ഒരു പ്രദേശമാണ്. കണ്ണമ്മൂലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ കോയിക്കൽ റെസിഡൻസ് ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് ഒരു 50 മീറ്റർ പോയാൽ പ്രധാന റോഡാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡാണ്. അത്തരത്തിലൊരു വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രദേശം. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടതായി നാട്ടുകാർ പരാതി പറയുന്നത്. CCTVയിലൊക്കെ പന്നിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഈ ഒരു കോയിക്കൽ ലൈനിൽ ഈ ഒരു വീടിന്റെ സ്ഥാപിച്ചിട്ടുള്ള CCTVയിലാണ് ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. ഇതിന്റെ പേരെന്താ? എന്റെ പേര് ജേക്കബ്. ഇതെങ്ങനെയാണ് നിങ്ങളത് പന്നി വന്നു? അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പന്നി വരുന്നതായിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമറ നോക്കിയതായിരുന്നു. അപ്പോഴത്തേക്കാണ് 12-ാം തീയതി 3:42 ആയപ്പോഴത്തേക്ക് ഇതുവഴി പന്നി മേളിലോട്ട് പോവുകയും വേറൊരു കാറ് വരുന്നത് കണ്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു. ഗ്രൂപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു അസോസിയേഷൻ അറിയിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ഇനി കാണുകയാണെങ്കിൽ അറിയിച്ചാൽ മതി, അവർ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ റോഡിന് താഴ്വശത്തുകൂടി ഉള്ള വഴിയിലേക്കും ഇത് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് കുമാരപുരം. ആ ഭാഗത്ത് അവിടെ നിന്ന് സൗഭാഗ്യ ലൈൻ എന്നൊക്കെ പറയുന്ന പ്രദേശത്തും ഇതേപോലെ ഈ ഒരു പന്നിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കാട്ടുപന്നിയാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് മറ്റ് ഏതെങ്കിലും പന്നികൾ വരാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയാണ്. വനം വകുപ്പ് ഇതിൽ പരിശോധന നടത്തും. ഏതായാലും സ്വാഭാവികമായും നാട്ടുകാർക്ക് അതിലൊരു ആശങ്കയുണ്ട്. വളരെയധികം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇനിയും ദൃശ്യങ്ങളിൽ കണ്ടാൽ, വീണ്ടും ഇവിടെ ഉണ്ടെന്ന് കണ്ടാൽ വനം വകുപ്പ് തുടർ നടപടി കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.
സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള വികിരണ തോതിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാടും മലപ്പുറത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കൊല്ലത്ത് മധ്യവയസ്കന് സൂര്യാതപമേറ്റു. മുണ്ടക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാതപമേറ്റത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് പൊള്ളലേറ്റത്. ദേഹത്ത്, തോളിലും കഴുത്തിലും നെഞ്ചിലും പൊള്ളലേറ്റു. ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോടാണ് ഷെമി ഇക്കാര്യം പങ്കുവച്ചത്. പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ലെന്നും അഫാന്റെ മാതാവ് ബന്ധുക്കളെ അറിയിച്ചു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷമാണ് വെഞ്ഞാറമൂട് സംഭവത്തിൽ ജീവനോടെ അവശേഷിച്ച ഇര ഷെമി ആശുപത്രി വിട്ടത്. കൊടും ക്രൂരകൃത്യത്തിന് 23 വയസ്സുകാരനായ മൂത്ത മകൻ അഫാനെ പ്രേരിപ്പിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഭർത്താവ് അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ 8 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഷെമി വെളിപ്പെടുത്തിയത്. റഹീമിന്റെ അറിവോടെ സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 4 ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു. എന്നാൽ ഇതിൽ 2 ലക്ഷം രൂപ മാത്രമാണ് ഷെമിയും മകൻ അഫാനും ചേർന്ന് ബാങ്കിൽ തിരിച്ചടച്ചത്. ശേഷിച്ച പണം എന്ത് ചെയ്തെന്ന് അബ്ദുൾ റഹീമിന്റെ ചോദ്യത്തിന് ഭാര്യ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന. 8 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെയും 2 ലക്ഷം രൂപ ഒറ്റത്തവണയായി തിരിച്ചടച്ചതിൻ്റെയും രേഖകൾ വെഞ്ഞാറമൂട് പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം അഫാൻ കൊലപ്പെടുത്താനായി ലക്ഷ്യമിട്ടിരുന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് തരപ്പെടുത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ അബ്ദുൾ റഹീം നൽകിയ പണത്തിലെ ശേഷിച്ച തുക ഉപയോഗിച്ചതായാണ് പോലീസിന്റെ സംശയം. അതിനിടെ പേരമലയിലെ വീട്ടിലേക്ക് ഇനി താമസിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഷെമിയെ മാനസിക നില വീണ്ടെടുക്കുന്നതുവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന കാര്യമാണ് ബന്ധുക്കളും പോലീസും ചേർന്ന് ആലോചിക്കുന്നത്. കുടുംബത്തിലെ 5 പേരെ മൂത്ത മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഷെമി ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ ചോഴിയങ്കാട് വിഷ്ണു പോലീസിന്റെ പിടിയിലായി. പണമിടപാട് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതാണ് പോലീസിന്റെ നിഗമനം. കൊല്ലപ്പെട്ട മനു വിഷ്ണുവിൽ നിന്ന് 6000 രൂപ കടം വാങ്ങിയിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. കൊല്ലം ആവണീശ്വരത്ത് നിന്ന് കാണാതായ 13കാരിയെ കണ്ടെത്തി. മലപ്പുറം തിരൂരിൽ താനുണ്ടെന്ന് കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാതാവ് വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് കുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. കേസെടുത്ത കുത്തിക്കോട് പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് മലപ്പുറം തിരൂരിൽ കുട്ടിയുള്ളതായി വിവരം കിട്ടിയത്. നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൗമ്യയാണ് മരിച്ചത്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്ക് കഴുത്തറുത്ത നിലയിലാണ് സൗമ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യാശ്രമം എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയം ഭർത്താവും ഭർത്തൃമാതാവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദന്ത ഡോക്ടറായ സൗമ്യ 4 വർഷം മുൻപാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18, നെയ്യാറ്റിൻകര. കണ്ണൂർ പഴയങ്ങാടിയിൽ 8 മാസം പ്രായമായ കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടച്ചു. മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ദളിത് എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ കൊച്ചിന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ നടക്കും. വീട്ടിൽ വെച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 11 മണിയോടെ കടുത്തുരുത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ച് പൊതുദർശനം നടത്തുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. 76-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയാണ് കെ കൊച്ച് അന്തരിച്ചത്. കടൽ മണല ഖനനം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചേ നടപ്പാക്കൂവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യത്തൊഴിലാളികളുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തും. ഇതിനായി പഠനം നടത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അത് മത്സ്യപ്രവർത്തകരുടെ ആശങ്കകൾ
അത് പരിഹരിച്ചതിന് ശേഷമേ അത് മുന്നോട്ട് പോവുള്ളൂ. അവരുടെ ആശങ്കകൾ പരിഹരിക്കും. എല്ലാ പഠനങ്ങളും നടത്തിട്ട് പോവുള്ളൂ. തുടങ്ങിയിട്ടില്ലല്ലോ. എല്ലാ പഠനങ്ങളും അവർ പറയുന്ന എല്ലാ പഠനങ്ങളും നടത്തും. അപ്പോൾ അവരും പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പഠനങ്ങൾ നടത്തിയതിന് ശേഷമേ അതുണ്ടാകുള്ളൂ. അവരുടെ ഫിഷിങ്ങിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ അതുണ്ടാകുള്ളൂ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 33ാം ദിവസത്തിൽ. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി 17ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്കുള്ളിലുണ്ട്. ആശമാരുമായി ഉടൻ ചർച്ച നടത്തി അനുനയ നീക്കത്തിലൂടെ സമരം അവസാനിപ്പിക്കണമെന്ന നിലപാട് LDF-ലെ ഘടകകക്ഷികൾ സർക്കാരിനെ വീണ്ടും അറിയിക്കുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് വീണ്ടും വാക്സിനേഷന് പിന്നാലെ കുഞ്ഞു മരിച്ചതായി പരാതി. ഇടുക്കിയിലാണ് 1.5 മാസം മാത്രമുള്ള കുഞ്ഞു മരിച്ചത്. വാക്സിനേഷന് പിന്നാലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് വിവിധ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും നില വഷളായി. ചികിത്സയിലിരിക്കെയാണ് മരണം. ശ്വാസതടസ്സത്തിനൊപ്പം അപസ്മാരം ഉണ്ടായതാണ് മരണകാരണമെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ 4 മാസമായ കുഞ്ഞ് വാക്സിനേഷന് പിന്നാലെ മരിച്ചിരുന്നു. മീനമാസ പൂജയ്ക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കും. 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉടൻ ഭൂമിയിലെത്തും. ഇവരെ മടക്കിക്കൊണ്ടുവരുന്ന സ്പേസ് എക്സ് ക്രൂ 10ന്റെ വിക്ഷേപണം ശനിയാഴ്ച പുലർച്ചെ 4:30 നടക്കും. 8 ദിവസത്തെ ദൗത്യത്തിനായി ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത്. എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലുള്ള മടക്കയാത്ര പലവട്ടം മാറ്റി. ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. 9 മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ഇരുവരെയും തിരികെ എത്തിക്കുന്നതിനൊപ്പം ISS-ലേക്ക് അടുത്ത സംഘം അയക്കുന്നതിനുമായിട്ടാണ് ക്രൂ 10 ദൗത്യം തീരുമാനിച്ചത്. ക്രൂ 10 ദൗത്യ സംഘം ISS-ൽ എത്തുന്നതോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിക്കും. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 5:18-ഓടെയാണ് ക്രൂ 10 വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിട്ടിരുന്നത്. ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും 16-ാം തീയതി തിരികെ എത്തിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുൻപ് സാങ്കേതിക തടസ്സത്തെ തുടർന്ന് ദൗത്യം മുടങ്ങി. വീണ്ടും ആശങ്ക ഉയർന്നെങ്കിലും ക്രൂ 10 ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 4:30 പുറപ്പെടുമെന്നാണ് നാസയും സ്പേസ് എക്സും അറിയിച്ചത്. ഇതോടെ സുനിതയും ബുച്ച് വിൽമോറും 17-ാം തീയതി ഭൂമിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് പിന്നാലെ ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബ്രസീലിയൻ പ്രസിഡന്റിനും നന്ദി പറഞ്ഞ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള US നിർദ്ദേശങ്ങളോട് റഷ്യ യോജിക്കുന്നെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പുടിൻ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന US യുക്രൈൻ ചർച്ചകളെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് യുക്രൈൻ വെടിനിർത്തലിന് തയ്യാറായതെന്നും പുടിൻ പറഞ്ഞു. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ ആഘോഷ തിമിർപ്പിലാണ് ഉത്തരേന്ത്യ. നിറക്കൂട്ടൊരുക്കിയാണ് നാടും നഗരവും ഹോളിയെ വരവേൽക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംഭൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ പല നഗരങ്ങളും കനത്ത സുരക്ഷയിലാണ്. ഇത് വർണ്ണങ്ങളുടെ ഉത്സവം, ആഘോഷങ്ങൾക്ക് ലഹരി പിടിക്കുന്ന നിമിഷങ്ങൾ. ശരീരത്തിൽ സ്നേഹത്തിന്റെ നിറങ്ങൾ വാരിപ്പൂശുന്നവർ പങ്കുവെക്കുന്നത് ഒരുമയുടെ ആഘോഷമാണ്. എവിടെയും വർണ്ണങ്ങളുടെ മഴവില്ല് മാത്രം. നിറങ്ങൾ വാരിവിതറിയും സ്വയം വർണ്ണങ്ങളിൽ ആറാടിയും ഓരോരുത്തരും ആവേശത്തിമിർപ്പിലാണ്. ആശംസകൾ നേർന്നും മധുരപലഹാരങ്ങൾ കൈമാറിയും ബാങ്ക് കുടിച്ചും ഹോളിയുടെ ആഘോഷലഹരിയിലാണ് നാടും നഗരവും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ഹോളി ആശംസകൾ നേർന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഉത്തർപ്രദേശിലെ ഹോളി ആഘോഷം.
സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെ 100-ലധികം മുസ്ലിം പള്ളികൾ ടാർപോളിൻ കൊണ്ട് മറച്ചുകെട്ടിയിരിക്കുകയാണ് UP ഭരണകൂടം. ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് ഹൈന്ദവ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്ന സംബലിലെ ഷാഹി ജുമാ മസ്ജിദും ഇതിൽ ഉൾപ്പെടുന്നു. പ്രദേശത്ത് പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി. ജുമുഅ നമസ്കാരവും ഹോളിയും ഒരുമിച്ച് വരുന്നതിനാൽ സംഘർഷം ഒഴിവാക്കാനും സാമുദായിക സൗഹാർദ്ദം ഉറപ്പിക്കാനുമാണ് നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൽ CPM പ്രചാരണ ഗാനങ്ങൾ പാടിയതും അതേപോലെ തന്നെ CPM ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചതും വിവാദമാവുകയാണ്. പുഷ്പനെ അറിയാമോ എന്നുള്ള ഗാനം ഗായകൻ അലൂഷി പാടിയിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. എന്തിനാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പരിപാടിയിൽ കയറി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുക. അതിന്റെ വീഡിയോകൾ ഇപ്പൊ പ്രചരിക്കുകയാണ്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയിട്ടാണോ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്? അവിടെ അക്രമം ഉണ്ടാകുമ്പോൾ പോലീസിനല്ലേ അക്രമം ഇല്ലാതാക്കേണ്ടത്? കഴിഞ്ഞ വർഷം ഇതേ ക്ഷേത്രത്തിൽ ഗായിക ഗൗരി ലക്ഷ്മി ബലികുടീരങ്ങളെ അടക്കമുള്ള പാട്ടുകളും പാടിയിരുന്നു. ഇതുവരെ സംഭവത്തിൽ പ്രാദേശികമായി പരാതി വന്നിട്ടില്ലെന്നാണ് CPM ലോക്കൽ സെക്രട്ടറി ദീപു പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ഉത്സവം നടത്തുന്നതെന്നാണ് CPMന്റെ വാദം. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.